ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ക്യാബേജ് കൊണ്ടും കോളിഫ്ലവർ കൊണ്ടും ക്രിസ്പി ആയിട്ട് ഫ്രൈ ഉണ്ടാക്കാറുണ്ട്. പടവലങ്ങ നമ്മൾ സാധാരണയായി തോരനൊക്കെയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ പടവലങ്ങ ഇതുപോലെ ക്രിസ്പി ആയിട്ട് റിങ്സ് തയ്യാറാക്കിയിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ഞാൻ പടവലങ്ങ കൊണ്ട് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായി നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബേസിക് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ പടവലങ്ങ റിങ്സ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. പടവലങ്ങ ക്രിസ്പി റിങ്സ് നമുക്ക് സാമ്പാറോ പരിപ്പ് കറിയോ ഒക്കെ വിളമ്പുമ്പോൾ ഒരു നല്ല സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ ഇത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ പടവലങ്ങ ക്രിസ്പി ഫ്രൈ തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു പടവലങ്ങ എടുക്കാം. ഞാൻ പടവലങ്ങ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് പടവലങ്ങ ഒരു 3-4 കഷ്ണങ്ങളായിട്ട് ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം പടവലങ്ങ നമുക്ക് 3-4 കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഓരോ പടവലങ്ങ എടുത്ത് നമ്മൾ കത്തി ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പടവലങ്ങയുടെ ഉള്ളിൽ കയറാൻ പറ്റുന്ന ഒരു കത്തി വേണം നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ. ഇതുപോലെ എല്ലാം നമുക്ക് പീസുകളിൽ നിന്നും ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി മാറ്റാം. ഈ പടവലങ്ങ റിങ്സ് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ശരിക്കും വളരെ ഈസിയായും ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടാണ് നമുക്കിരിക്കുന്നത്. ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോന്നെടുത്തേം വെച്ചിട്ട് അത് നമുക്ക് റിങ്സ് ആയിട്ട് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ പടവലങ്ങ റിങ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഓരോ പടവലങ്ങ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ലതായിട്ടൊന്ന് റിങ്സ് ആയിട്ട് ഇത്രയും വീതിക്ക് വേണം നമ്മൾ റിങ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വന്നിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നമുക്ക് പടവലങ്ങ എല്ലാം റിങ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പടവലങ്ങ എല്ലാം ഞാൻ ഇതുപോലെ റിങ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഈ പടവലങ്ങ എല്ലാം ഞാനൊരു വലിയൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ഈ പടവലങ്ങ റിങ്സ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളെല്ലാം ഈ റിങ്സിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് നമ്മൾ പടവലങ്ങ ഇതുപോലെ മാറ്റി വെക്കുമ്പം ഇതിലുള്ള വെള്ളമെല്ലാം ഊറി വരും. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പം അത് 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം 10 മിനിറ്റിന് ശേഷം പടവലങ്ങയിലുള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈർപ്പം കാണുന്നുണ്ടല്ലോ. ഇതുപോലെ വെള്ളമൊക്കെ ഊരി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൽ ഒരു 1/4 കപ്പ് മൈദയും കൂടെ ഇട്ട് ഇതും നമ്മൾ കുറച്ചൊക്കെ ചേർത്തിട്ട് ആദ്യം കുറച്ച് ചേർക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ ചേർക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ഈ പടവലങ്ങ റിങ്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ ഞാനൊരു 2-3 നുള്ള് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ബാക്കി പൊടികളും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഈ പടവലങ്ങയിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ തന്നെ നമ്മൾ ഈ പൊടികളിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ശകലം വെള്ളം തളിച്ചിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് ഈ പടവലങ്ങ റിങ്സിൽ നല്ല രീതിയിലൊന്ന് കോട്ടായി പിടിക്കണം. എന്നാലേ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ക്രഞ്ചി ആയിട്ട് ഇരിക്കും. ഞാൻ ഈ ഫുഡ് കളർ ചേർക്കുന്നത് ഈ പടവലങ്ങ റിങ്സിനെ കാണാൻ കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ പടവലങ്ങ ഓരോന്നായിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഫ്ലെയിം മീഡിയമാണ് വെച്ചിരിക്കുന്നത്.
നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ നല്ലതായിട്ട് നമുക്ക് പടവലങ്ങ റിങ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആ കളർ ഇട്ടത് കൊണ്ടാണ് ഇതിനൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡ് കളർ കിട്ടിയത്. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സ്പെഷ്യലി പിള്ളേർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. വളരെ ഈസി അല്ലേ ഇത് തയ്യാറാക്കാൻ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. എന്നാൽ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.